ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. സീമ അലറി വിളിച്ചു. അത് കണ്ടു നിന്ന മേഘ പോലും ഒരു നിമിഷം ഞെട്ടി. ഇതെന്തിനാണെന്നറിയോ? ജനിച്ച നിമിഷം ശരിയേത് തെറ്റേതെന്ന് പോലും അറിയാത്ത എന്റെ പിഞ്ചു കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞതിന്. സീമയുടെ ഒരു കണ്ണ് മുഴുവനായി ചൂഴ്ന്നു പോയിരുന്നു. സീമയുടെ അലറൽ ആ കാട്ടിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മേഘ തന്റെ കയ്യിലെ കത്തിയുമായി തറയിൽ കിടന്ന് അലറി വാകേറി കരയുന്ന സീമയുടെ ഇടതു നെഞ്ചിന്റെ മുകളിലായി വെച്ചുകൊണ്ട് സീമയോടായി പറഞ്ഞു, ഇനി ഇതാ നിനക്ക് മോക്ഷം നൽകുന്നു. ഈ കത്തി നിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ആ നിമിഷം നീ ചിന്തിക്കണം നീ ചെയ്ത ക്രൂരതകൾ. ശേഷം ലയ പറഞ്ഞു, മേഘ, ഞാൻ ഇവൾക്ക് നൽകുന്ന ശിക്ഷ എന്താണെന്നറിയോ? ഇവളുടെ ഈ ശരീരം കത്തിച്ചു കളയാതെ ഈ കാട്ടിൽ കിടന്ന് അഴുവി പുഴുത്തുകൊണ്ട് ഇവൾ എന്ന അധ്യായം അവസാനിക്കണം. ലയ ഇത്രയും പറഞ്ഞപ്പോൾ അതെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മേഘ സീമയുടെ ചങ്കിലേക്ക് കത്തി കുത്തി ഇറക്കി. സീമയുടെ അവസാന അലറൽ ആ കാട് മുഴുവൻ മുഴങ്ങിക്കേട്ടപ്പോൾ മേഘന്റെ ചെവിയിലും ആ ശബ്ദം എത്തിയിരുന്നു. അപ്പോഴേക്കും വിഷ്ണുപ്രിയ പറഞ്ഞു, മേഘ, നീയും മാന്യതയും മുൻപോട്ട് നടക്ക്, ഞാനിതാ വരുന്നു. മേഘയും മാന്യതയും അവിടെ നിന്നും പോയി. ഇതേ സമയം പ്രതയുടെയും ഋഷിയുടെയും ചെവിയിൽ സീമയുടെ അവസാന നിലവിളി കേട്ടപ്പോൾ അവർക്കും സന്തോഷമായി. ഋഷിയേട്ടാ, ഇതിനർത്ഥം ആ സീമയെ അമ്മയും വല്യമ്മയും മാന്യത അമ്മയും ചേർന്ന് കൊന്നുവന്നതാണ്. ഇനിയുള്ളത് ആ മെഹക്ക് മാത്രമാണ്. സഹോദരിയായി എന്റെ കൂടെ നിന്നിട്ട് എന്നെ തന്നെ കൊല്ലാൻ നോക്കിയ മെഹക്ക് എന്ന ദുഷ്ട വരുന്നുണ്ടടി. ഞാൻ ഈ ശേഷ മത്സ്യകന്യക വരുന്നുണ്ട്. തന്റെ അമ്മയുടെ നിലവിളി ചെവിയിൽ മുഴങ്ങിക്കേട്ടതും മെഹക്ക് ഗുഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ ഗുഹയ്ക്ക് പുറത്ത് അവളെയും കാത്ത് യാഷും പ്രതയും ഋഷിയും നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം അവിടേക്ക് വിഷ്ണുപ്രിയയും മേഘയും മാന്യതയും എത്തിയിരുന്നു. എല്ലാവരും തന്റെ ചുറ്റും നിൽക്കുന്നത് കണ്ട മെഹക്ക് ഞെട്ടിത്തരിച്ചു. മെഹക്ക് അവിടെ നിന്നും ഓടാൻ തുടങ്ങവേ അവൾക്ക് പിന്നാലെ ആ ഗുഹയ്ക്കകത്തേക്ക് എല്ലാവരും പുറകെ ഓടി. ഓടി മെഹക്ക് അവസാനം ആ ഗുഹയുടെ അവസാനത്തിലെത്തി. മെഹക്കിനെ വട്ടം ചുറ്റി എല്ലാവരും അവിടെ കൂടി നിൽക്കുകയാണ്. എല്ലാവർക്കും നേരെ മെഹക്ക് തിരിഞ്ഞു നിന്നു. ഈ ഗുഹയിലേക്ക് നിങ്ങൾ വന്നത് എന്നെ തളയ്ക്കാമെന്ന് കരുതിയാണോ? നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇപ്പോൾ മൊത്തത്തിൽ 6 പേരുണ്ട് അല്ലേ? പക്ഷേ ഈ ഞാൻ ഒറ്റയ്ക്ക് മതി. മത്സ്യറാണിയാണ് ഞാൻ, മത്സ്യറാണി. മത്സ്യകനികമാരുടെ എല്ലാം മത്സ്യറാണി, ഇന്ദ്രനീലമുള്ള മത്സ്യറാണി. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എന്റെ അമ്മയെ നിങ്ങൾ കൊന്നിട്ടുണ്ടാകും, പക്ഷെ എന്നെ കൊല്ലുന്നത് അത്ര നിസ്സാരമല്ല. ഈ ഞാൻ ഇന്നത്തോടെ ചിരഞ്ജീവിയായി മാറും. ഇന്നിവിടെ വെച്ച് നിങ്ങളുടെ 6 പേരുടെയും ജീവൻ ഞാൻ ബലി നൽകാനായി പോകുകയാണ്. മഹാമത്സ്യറാണിയെയും ശേഷ മത്സ്യകന്യകയും ബലി കൊടുത്താൽ തന്നെ ഞാൻ സർവശ്രേഷ്ഠ മഹാശേഷ മത്സ്യറാണിയായി മാറും. ഇന്ന് നിങ്ങളുടെ അന്ത്യമാണ്. ഇത്രയും പറഞ്ഞ് എല്ലാവരെയും മേഘ് അവളുടെ വാൽ കൊണ്ട് അടിച്ചു വീഴ്ത്തി. എല്ലാവരും ദൂരേക്ക് തെറിച്ചു വീണപ്പോൾ ഇന്ദ്രനീലം ഉച്ചൻ തലയിൽ നിന്നും പുറത്തെടുത്ത് അതിന്റെ ശക്തിയാൽ അവരെ ഓരോരുത്തരെയും ഓരോരോ മാന്ത്രിക വലയത്തിനുള്ളിലായി വെവ്വേറെ അവൾ ബന്ധിച്ചു. മാന്ത്രിക വലയങ്ങൾ ഭേദിക്കാൻ ആരുടെയും ശക്തിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മാന്യതയെ മാത്രം മെഹക്ക് ആ വലയത്തിൽ നിന്നും മോചിതയാക്കി. വലയം ഭേദിച്ചതും മെഹക്കിന്റെ അരികിലേക്ക് കോപത്താൽ പോയ മാന്യതയെ മെഹക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മെഹക്കും മാന്യതയും മത്സ്യമായി മാറി യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ അവസാനത്തിൽ മാന്യതയെ മെഹക്ക് ദൂരേക്ക് എടുത്തെറിയവേ മാന്യതയുടെ തല ഗുഹയിലെ പാറക്കല്ലിൽ ശക്തിയായി ഇടിച്ചു. തലപൊട്ടി ചോരയൊലിക്കുന്ന മാന്യത അവസാന ശ്വാസം എടുത്തുകൊണ്ട് പിടഞ്ഞു മരിച്ചു. മാന്യതയുടെ മരണം കണ്ട മേഘയും യാഷും പ്രതയും ലയയും ഋഷിയും എല്ലാം നിലവിളിക്കുകയായിരുന്നു. ആ വലയത്തിൽ നിന്ന് കരയാമെന്നല്ലാതെ അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇനി അടുത്തത് നിന്റെ ഊഴമാണ് യാഷ്. എന്റെ മത്സ്യലോകത്തിലെ കാവൽക്കാരനായ നീ എന്നെ തന്നെ ചതിക്കാൻ ശ്രമിച്ചു അല്ലേ? നിനക്കുള്ള മരണം ഈ മത്സ്യറാണി തന്നെ തരാൻ പോകുകയാണ്. ഇത്രയും പറഞ്ഞ് യാഷിനെ മെഹക്ക് വലയത്തിൽ നിന്നും മോചിതനാക്കി. കോപത്താൽ കത്തുന്ന നോട്ടം അവൾ യാഷിന് നേരെ നോക്കി. ഇന്ദ്രനീലത്തിന്റെ ശക്തിയാൽ മെഹക്ക് യാഷിന്റെ കണ്ണിലേക്ക് നോക്കിയതും യാഷ് അവൾക്ക് വശീകരിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് തന്റെ വയറിലേക്ക് വെച്ച് യാഷ് സ്വയമേ കത്തി വയറ്റിലേക്ക് കുത്തിക്കയറ്റി. വീണ്ടും കത്തി വലിച്ചൂരി കുത്തുന്നുണ്ടായിരുന്നു. വേദനയുണ്ടെങ്കിലും എന്നാൽ മെഹക്കിനെ വശീകരിക്കപ്പെട്ടുകൊണ്ട് യാഷും അങ്ങനെ ആ ഗുഹയിൽ തന്നെ പിടഞ്ഞു വീണ് മരിച്ചു. മെഹക്ക് അത് കണ്ടതും പൊട്ടിച്ചിരിച്ചു. ഇനി മത്സ്യറാണിയുടെ പ്രതികാര കഥയിൽ അവസാന 2 എപ്പിസോഡുകൾ കൂടി മാത്രം. മറക്കാതെ കാണുക നിങ്ങളുടെ സ്വന്തം മൂൺലെറ്റിൽ.